അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ അൾത്താരയിൽ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്കും മാതാവിനും കോടാനോടി നന്ദി. ഞാൻ 2024 നവംബർ, എൻ്റെ പേര് ഗീത, ഞാൻ കായംകുളത്ത് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ബാബു, ഇത് എൻ്റെ മകൻ ആരോമൽ. ഞാനിവിടെ 2 സാക്ഷ്യം നേരത്തെ പറഞ്ഞതാണ്. 2024 നവംബർ 13 ആദ്യമായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് എൻ്റെ മകളുടെ ഒരു കൂട്ടുകാരി നിമിത്തമാണ് ഞാനിവിടെ എത്തിയത്. എൻ്റെ തൊണ്ടയ്ക്കൊരു മുഴയുണ്ടായിരുന്നു, അതിൻ്റെ രോഗസൗഖ്യം പറയാനും എൻ്റെ അമ്മയ്ക്ക് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് ഡോക്ടർ വിധി എഴുതിയെടുത്ത് ഞങ്ങൾക്ക് ജീവനോട് അമ്മ മാതാവ് ഈശോയും തിരിച്ചു തന്ന സാക്ഷ്യങ്ങൾ 2 സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞു. ഇത് 3ാമത് ഇവിടെ ഈ ആൾത്താരയിൽ വന്ന് നിൽക്കാൻ അമ്മ അനുഗ്രഹിച്ചത് എൻ്റെ മകന് ജോലിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ എൻ്റെ മകന് വേണ്ടിയിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിക്കുകയും ഇൻ്റർവ്യൂകളൊക്കെ നടക്കും, ഇൻ്റർവ്യൂ പാസ്സാകും, പക്ഷേ ജോലിക്ക് അവർ വിളിക്കുന്നില്ല. അങ്ങനെ ആകെ ഞാൻ വിഷമിച്ചു. എൻ്റെ ആദ്യ നിയോഗം അതായിരുന്നു. ആ ഒരു നിയോഗം ഒഴിച്ച് എൻ്റെ എല്ലാ നിയോഗങ്ങളും എനിക്ക് ഈശോ സാധിച്ചു തരുന്നുണ്ട്. പക്ഷേ എൻ്റെ മകൻ്റെ ജോലി മാത്രം എനിക്ക് സാധിച്ചു തരുന്നില്ല. ഞാൻ ഒരുപാട് വിഷമിച്ച് എല്ലാ മാസവും ഞാനിവിടെ വന്ന് പത്രം വായിക്കാൻ വരുമ്പോൾ ഈ ആൾത്താരയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും, എൻ്റെ മകനൊരു ജോലി വാങ്ങി എൻ്റെ അമ്മ മാതാവ് എനിക്ക് തരണമെന്ന്. ഇൻ്റർവ്യൂകൾ നടന്ന് ഓരോ ഇൻ്റർവ്യൂവും പാസ്സാകും, പക്ഷേ ജോലിക്ക് വിളിക്കാതായപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി. ഞാൻ മോൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞു, മോനെ, നിന്നെ ഒരു പക്ഷേ അമ്മ അവിടേക്ക് വിളിക്കുന്നുണ്ട്, നീ ഒരു ഉടമ്പടി എടുത്താലായിരിക്കും ഇനി എൻ്റെ മോനൊരു ജോലി കിട്ടുന്നത്. അല്ലാതെ അമ്മ ഇപ്പോൾ ഈ 1.5 വർഷം കൊണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു. എന്നും ഞാൻ മോൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും അവൻ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും ബൈബിള് വായിക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലും, കൊന്ത ചൊല്ലും, എന്നെക്കാട്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന മകനാണ്. ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവർക്കും നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒരു ജോലി മാത്രം കിട്ടുന്നില്ല. എൻ്റെ ഒരു ജോലിയും പോയി. ഞങ്ങൾക്കാകെ ചേട്ടൻ്റെ ഒരു വരുമാനം മാത്രം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോരുന്നത്. ഈ മകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മൾക്കൊരു ജോലി ഇല്ലാതെ വരുമ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ അടുത്തിടെ 2-3 ഇൻ്റർവ്യൂ നടന്നു. എറണാകുളത്ത് വെച്ചൊരു ഇൻ്റർവ്യൂ വന്ന് ഞാൻ വലിയ പ്രതീക്ഷയിലിരുന്നു ആ ജോലി എൻ്റെ മോനാകുമെന്ന്. അപ്പം അതും പാസ്സായി, പക്ഷേ അവർ വിളിച്ചില്ല. അങ്ങനെ ആകെ പ്രയാസമായിട്ടിരുന്നപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, മോനൊരു ഉടമ്പടി എടുക്ക്. അങ്ങനെ ഈ 2026 ജൂൺ 24 എൻ്റെ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതെൻ്റെ മകൻ പറയും. എൻ്റെ പേര് ആരോമൽ എന്നാണ്. ഞാൻ കഴിഞ്ഞ ജൂൺ 24 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിന് മുമ്പ് തന്നെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ശരിയായില്ല. അതിനുശേഷം ജൂണിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വരികയും അത് പാസ്സാവുകയും ചെയ്തു. അത് ഈ മാസം ആദ്യമാണ് ഇൻ്റർവ്യൂ കോൾ വന്നത്. ഇൻ്റർവ്യൂ വന്ന് കഴിഞ്ഞ 1 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഓഫർ ലെറ്റർ വരികയും ഈ മാസം ഇപ്പം അടുത്ത 26 ഓഗസ്റ്റ് 26 എനിക്ക് അബുദാബിയിലേക്ക് പോകാനുള്ള വിസയും ടിക്കറ്റും വരികയും ചെയ്തു. ഈ ജോലി കിട്ടിയത് എൻ്റെ യോഗ്യതയാലുള്ള കർത്താവിൻ്റെ കൃപയിലാണ്. അതിന് ഞാൻ കർത്താവിനോടും മാതാവിനോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. വസ്തുക്കൾ, ഇവിടുത്തെ ഉപ്പ്, തൈലം, ഇത് ഞാൻ എന്നും ഉപയോഗിക്കും. എനിക്ക് എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും എൻ്റെ കുടുംബത്തിലും എല്ലാം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു മരുന്നാണ് ഞങ്ങളുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ. ഇതുപയോഗിച്ചാണ് ഞാൻ എൻ്റെ മക്കൾക്കായാലും പൊടി കുഞ്ഞിനായാലും എല്ലാം ദിവസവും ഞങ്ങൾ ഈ ഉടമ്പടി തൈലം വരച്ച് കുരിശ് വരയ്ക്കുകയും വെളുപ്പിനെയും വൈകുന്നേരം പ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല. ബൈബിള് വായിക്കും, വിശ്വാസപ്രമാണം ചൊല്ലും, കൊന്ത ചൊല്ലും. ഞങ്ങൾ ആത്മീയമായിട്ട് ഒരുപാട് വളർന്നു. നമ്മളൊരു ഹിന്ദു കുടുംബത്തിലായതുകൊണ്ട് അധികം നമുക്ക് അറിയില്ലല്ലോ ക്രിസ്ത്യൻസിൻ്റെ എന്തൊക്കെയാണ് പ്രാർത്ഥന എന്തുവാണെന്ന്. അറിയാവുന്ന രീതിയിൽ അമ്മയെടുത്ത് ഓരോന്ന് പറയുമ്പോഴും പറയും, അമ്മയെ ക്ഷമിക്കണേ, അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അനുഗ്രഹങ്ങളൊന്നും അമ്മ ഒന്നും മാറ്റി തന്നിട്ടില്ല. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ അമ്മ തന്നു. ഇതെൻ്റെ ഭർത്താവാണ്. ഇദ്ദേഹം പോലും അറിയാതാണ് ഇന്നിവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. 30 വർഷമായിട്ട് ഇദ്ദേഹത്തിനൊരു മദ്യപാനം ഉണ്ടായിരുന്നു. ആരെല്ലാം ശ്രമിച്ചു, മാറിയില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പറയുന്നത് എൻ്റെ കൂടെ അൾത്താരയിൽ വരണം, ഇങ്ങനൊരു സാക്ഷ്യം ഞാൻ പറയാമെന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. 30 വർഷം കൊണ്ട് ഞാൻ അധികം മദ്യപിക്കില്ല, വല്ലപ്പോഴും ഉള്ളെങ്കിലും അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണ്. കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നിടത്ത് മദ്യപിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ട്.
അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എപ്പോഴും പറയും, നമ്മൾ ഉടമ്പടി എടുത്ത വീടുകളിൽ മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങളാകരുതെന്ന്. അതൊന്നും കേൾക്കില്ല. ഇദ്ദേഹം മദ്യപിക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി ഉപ്പ് ചോറിനകത്തൊക്കെ വിതറി കൊടുക്കും. പക്ഷേ ഇദ്ദേഹം കഴിക്കും പോകും. പിന്നെയും ഇദ്ദേഹം മദ്യപിച്ച് വരുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, മാതാവേ ഇതെന്ത് പരീക്ഷണം? സാധാരണ എല്ലാവരും ഉപ്പൊക്കെ വിതറി കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് നിൽക്കുന്നതാണല്ലോ, ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ, ഇതെന്ത് പരീക്ഷണമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഈ അടുത്തിടെ ഒരു 6 മാസത്തോളമായി ഇദ്ദേഹത്തിന് വീണ്ടും കുറച്ച് നാൾ മദ്യപിക്കാതിരുന്ന് വീണ്ടും മദ്യപിച്ചു. പെട്ടെന്നൊരു വയറുവേദനയും നടുവിൻ്റെ വേദനയും വന്ന് ജോലിക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് നടക്കാൻ പോലും വയ്യ, വണ്ടി സ്റ്റാർട്ടാക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നു. മകൻ പെട്ടെന്ന് അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ട്രിപ്പിൾ കൂടെ മരുന്ന് കൊടുക്കുന്നു. BP ഹൈ ആകുന്നു. പുള്ളിക്ക് ഒരു രക്ഷയില്ല. ഞാൻ പോയില്ല, മകനാണ് പോയത്. അപ്പം ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഈശോ എന്ത് പരീക്ഷണമാണ്, ഇദ്ദേഹത്തിന് പണി കൊടുത്തോ? നമ്മൾ പറഞ്ഞിട്ടൊന്നും കേൾക്കത്തില്ല. ദൈവത്തിൽ വിശ്വാസമുണ്ട്, മാതാവിൽ ഈശോയിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. പ്രാർത്ഥനയൊക്കെ കേൾക്കും, അച്ഛൻ്റെ ടോക്കൊക്കെ കേൾക്കും, ഞങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ അദ്ദേഹവും കേൾക്കും. കൊന്തയൊക്കെ എടുത്ത് കഴുത്തേലിട്ടെല്ലാം പ്രാർത്ഥിച്ചൊക്കെ പോകുന്ന ആളാണ്. പക്ഷേ ഇത് മാത്രം നിർത്തത്തില്ല, എന്തെല്ലാം പറഞ്ഞിട്ടും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇദ്ദേഹം ഹോസ്പിറ്റലിലായി, മരുന്നുകൾ ചെയ്തിട്ടൊന്നും ഒരു വേദനയും കുറയാതെ. ഞാൻ ഇവിടെ നിന്ന് ഒരു 3 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. ഉച്ചയ്ക്ക് ചെല്ലുമ്പോൾ ട്രിപ്പൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ കുത്തിയിരുന്ന് കരയുക, വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ. ഞാൻ ഉടമ്പടി കാശുരൂപം കൊണ്ടുവന്ന് ഞാനിത് പറഞ്ഞു, ഇത് ആരോടാ കളിക്കുന്നതെന്നറിയാവോ? മാതാവിനോടെ ഈശോയോടെയും നമുക്ക് കളിക്കാൻ പറ്റില്ല. അത്രയും വിശ്വസ്തമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഒരിക്കലും ഇത് ചെയ്യരുത്. നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്ന വീടാണ്, നമുക്ക് മദ്യപാനം പാടില്ല എന്ന്. അപ്പം ആ ഉടമ്പടി ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഉടമ്പടി ലോക്കറ്റ് വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ വയറിലും നടുകിലും എല്ലാം ഇങ്ങനെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇനിയും വേദന കുറവില്ലേ, നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോക്കോ, കോട്ടയത്തോട്ട് കൊണ്ടുപോകും, അവിടെ ചെല്ലുമ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്യും. അപ്പം സ്കാനിങ്ങിന് എഴുതി തന്നു. ബ്ലഡ് ടെസ്റ്റ് നടത്തി. സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിയുടെ പുറത്തൊരു ചെറിയ മുഴ, ബ്ലഡിനകത്ത് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ എങ്ങും കൊണ്ടുപോയില്ല, എൻ്റെ കയ്യിൽ അമ്മയുടെ ഉടമ്പടി കാശുരൂപമുണ്ട്. ഈ കാശുരൂപം വെച്ച് ഞാനിപ്പോൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാറാനുള്ളതാണെങ്കിൽ അമ്മ മാറ്റിത്തരണം. അങ്ങനെ ഇദ്ദേഹം ട്രിപ്പുമായിട്ട് കുത്തിയിരിക്കുവാണ് കട്ടിലയിൽ. ഞാൻ അവിടെ കൊണ്ടുവന്ന് കിടത്തി ആ കാശുരൂപം വെച്ച് വയറത്തും നടുവിനും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ വേദന എങ്ങോട്ട് പോയെന്നറിഞ്ഞില്ല. അതോടെ സുഖമായി. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ മദ്യപാനം നിർത്തി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമായൊരു നിമിഷമാണത്. എൻ്റെ അമ്മ മാതാവ് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു 3-4 കുടുംബങ്ങൾക്ക് ഞാൻ കൊടുത്തു. അവരൊരു 5 കുടുംബം എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരിവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഉണ്ട്. അവരെല്ലാം വന്ന് ഉടമ്പടി എടുത്തു. അതിലൊരു ആളിനെ എനിക്ക് ആരാന്ന് പോലും അറിയത്തില്ല. ഒരു മോൻ എന്നെ വിളിച്ച് അതിൻ്റെ അമ്മയുടെ കാല് മുട്ടിന് വെച്ച് മുറിച്ചതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. അല്ലാതെ അതിന് മുൻപ് വിളിച്ചാലും ഞാൻ എന്നിട്ടും പറഞ്ഞു, മോനെ നമുക്ക് പോയി അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന്. പക്ഷേ ആ മോൻ അത് കഴിഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. ആ കുഞ്ഞെന്നെ വിളിച്ചിട്ട് ഒരുപാട് കരയുവാണ് ചെയ്യുന്നത്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ആൻറ്റി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാൻ പറയും, മോനാണ് പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ അതിന് ഫലം നിങ്ങളും കൂടെ ചെയ്യണമെന്ന്. അങ്ങനെ എന്തായാലും കഴിഞ്ഞ ആഴ്ച ആ മോൻ ഇവിടെ വന്ന്, എനിക്കറിയില്ല ആരാന്ന്, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കുഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരും സാക്ഷ്യം പറയാൻ വരും. അതിൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അത് കഴിയുമ്പോൾ അവരും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഞാൻ അറിയുന്ന ഒരുപാട് പേർക്ക് വേണ്ടി, ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരൊക്കെ രോഗസൗഖ്യമായെന്നും പറഞ്ഞ് എന്നെ ഫോണിൽ കൂടെ വിളിച്ച് പറയും. അവരൊക്കെ വരുന്നുണ്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ. പിന്നെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിച്ച് നമ്മുടെ കായംകുളം സ്റ്റാൻഡിൽ അടൂര് കൊണ്ടുപോകും. ഞാൻ പത്രം വാങ്ങിച്ച് അടൂർ സ്റ്റാൻഡിൽ വൈകുന്നേരം ചെല്ലുമ്പോൾ ഒരുപാട് കൊട്ടാരക്കരയിലേക്കൊക്കെ ഉള്ള ബസ്സുകൾ വരുമല്ലോ. ഇതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇറങ്ങും. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി ഒരുപാട് പേർ നമ്മളോട് ചോദിച്ച് വാങ്ങും. അവിടെ പോയി പത്രം അങ്ങനെ കൊടുക്കും. കഴിഞ്ഞ ഒരു മാസം ഞാൻ പത്രമായിട്ട് പോകും. ഭയങ്കര ഇടിയും മഴയും. ഞാൻ കായംകുളത്ത് നിന്നും ബസ് കയറുമ്പോൾ ഭയങ്കര മഴയാണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തത്ര മഴ. അപ്പം ഞാൻ ആ പത്രത്തിൽ പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പറഞ്ഞു, മാതാവേ ഈ ഒരു പത്രവും എനിക്ക് നനയ്ക്കാൻ മനസ്സില്ല. ഞാൻ അടൂർ സ്റ്റാൻഡിൽ ചെന്നിറങ്ങിയാൽ ഈ പത്രമായിട്ട് തിരിച്ചു വരും മഴ പെയ്യുവാണെങ്കിൽ. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് ഈ പത്രം കൊടുത്തു തീർക്കാൻ ഈ മഴയൊന്ന് മാറി നിൽക്കണം. കാറ്റിനെയും കടലിനെയും ഒക്കെ മാറ്റി നിർത്തുന്നതിൻ്റെ ഈശോ, ആ മഴ ഒരു അല്പനേരത്തേക്കെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയാൽ എനിക്ക് ഈ പത്രം കൊടുത്തിട്ട് പോരാമെന്ന്. അടൂർ സ്റ്റാൻഡ് എത്താറായപ്പോഴേക്കും ഈ ശക്തിയായി പെയ്തുകൊണ്ടിരുന്ന മഴ പെട്ടെന്ന് തോർന്ന് ഒരു തുള്ളി പോലും പിന്നെ താഴോട്ടില്ല. ഞാൻ ആ പത്രം എല്ലാം കൊടുത്ത് നിൽക്കുമ്പോഴേക്കും എനിക്ക് തിരിച്ചുള്ള കായംകുളത്തിനുള്ള ബസ് കിടക്കുന്നു. ഞാൻ ആ വണ്ടിയെ കയറാൻ നേരം എനിക്ക് വടക്കോട്ടാണ് വണ്ടിയെ കയറി വരേണ്ടത്. തെക്ക് നിന്ന് എന്നെ ആരോ വിളിക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ തെക്കോട്ട് ഓടുവാണ്.
അപ്പോൾ അതിനകത്ത് കണ്ടക്ടർ പറയുന്നത് ഇങ്ങോട്ട് കയറി, ഈ വണ്ടിയിലല്ലേ ഇപ്പോൾ വന്നത്, തിരിച്ച് കായംകുളത്തിന് പോവാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാവേ, ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞ് ഞാൻ നേരെ തെക്കോട്ട് തന്നെ പോവാം. അപ്പോഴും ഞാൻ നടപ്പിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഈ തെക്കോട്ട് പോകുന്നത്, എനിക്ക് വടക്കോട്ടല്ലേ പോകേണ്ടത്, എനിക്കുള്ള ബസ്സും കിടക്കുന്നല്ലോ എന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ തെക്കോട്ട് നടന്നു പോകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറാൻ തുടങ്ങി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആരോ ഒരാളൊരു പത്രം ആ റോഡിൽ വലിച്ചെറിഞ്ഞു. ആ പത്രം മഴ നനയുന്നു. അതിനാണ് എന്നെ അമ്മ അങ്ങോട്ടേക്ക് വിളിച്ചത്. ഞാൻ ഓടിപ്പോയി ആ പത്രം എടുത്തു, തുടച്ച് എൻ്റെ ബാഗിൽ വെച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ആ മഴ തോർന്നു. ഞാൻ ആ ബസ്സിൽ കയറി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കും. ഞാനും എൻ്റെ മോനും കൂടാണ് എല്ലായിടവും കൊണ്ടുനടന്ന് കൊടുക്കുന്നത്. മോനില്ലാത്തപ്പോൾ ഹസ്ബൻഡ് വരും. ഞങ്ങൾ ആർക്കായിരുന്ന ഒരു നേരത്തെ ഭക്ഷണം, അതിന് ആര് വന്നിരുന്നാലും അവരാദ്യം കഴിച്ചോന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. ഈ മോന് ഇപ്പം ഈ ജോലിയുടെ ഇത് കിട്ടിയപ്പോഴും നമ്മൾ അന്നത്തെ ദിവസം മോൻ എറണാകുളത്ത് പോയിരിക്കുകയാണ്. ഈ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകടാ, ഇതും എല്ലാം ടെസ്റ്റുകളെല്ലാതായി, അവർ വിളിക്കുന്നില്ലല്ലോ. ആകെ ഒരു വിഷമം. 2-3 ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞിനെ വിളിക്കുന്നില്ല. മാതാവേ, ഇനി ഈ ജോലി ഇല്ലയോ? അങ്ങനെ ഇരിക്കുമ്പോൾ മകൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അമ്മേ എനിക്ക് ആ ജോലി കിട്ടി കേട്ടോ, സെലക്ഷനായിരുന്നു. ഞാൻ ഓടി മാതാവിൻ്റെ രൂപമുണ്ട് എൻ്റെ കയ്യിൽ, നമ്മുടെ ഇവിടെ ഉടമ്പടിക്ക് കൊണ്ടുവരുന്ന അതേ രൂപം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെടുത്ത് പൊട്ടിക്കരഞ്ഞു. മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ കുടുംബത്തെ അമ്മ രക്ഷിച്ചു, നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമ്മളെ ഒരിക്കലും മാതാവ് കൈവിടില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമാണ്. ഇതുകൊണ്ട് തന്നല്ല, എനിക്ക് ഒരുപാട് എൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യങ്ങളുണ്ടാക്കിയതും ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു. അന്ന് ചോറ് പൊതി കൊടുക്കാമെന്നും പറഞ്ഞിരിക്കുമ്പോൾ മകനില്ല, ഇദ്ദേഹവും ഇല്ല, ഇദ്ദേഹത്തിന് ജോലിക്ക് പോകണം. ഞാൻ ആകെ വിഷമിച്ചിടാ, ഇന്ന് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞാണല്ലോ, നമുക്ക് പറ്റിയില്ലല്ലോ. ആ സമയത്താണ് മോൻ എറണാകുളം വരെ പോകേണ്ടി വന്നതും. അങ്ങനെ ഇരിക്കെ ഉച്ചയ്ക്ക് 1 മണി ആയപ്പോഴുണ്ട് ഒരു ഭിക്ഷക്കാരൻ ഒരാൾ വരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്ക് അല്പം ചോറ് തരാമോ എന്ന്. അപ്പോഴും മാതാവ് എനിക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ചു. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിന് ചോറ് കൊടുത്തു, ഇത്തിരി പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അയാളുടെ കയ്യിൽ കൊടുത്തു, ഒരു ജോഡി ഡ്രസ്സും കൊടുത്ത് അദ്ദേഹത്തെ തിരിച്ചു വിട്ടു. അങ്ങനെ ഒരു ദൈവാനുഗ്രഹം എനിക്കുണ്ടായി. പിന്നെ ഒരുപാട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് 10 പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മളടുത്ത് ചോദിച്ചാൽ എൻ്റെ വീട്ടിലാരും അറിയില്ല, എൻ്റെ മക്കൾ പോലും അറിയാതെ, ഭർത്താവ് അറിഞ്ഞില്ലെങ്കിലും ഞാൻ അവർക്ക് സഹായിക്കും. ഞാൻ എന്ത് കൊടുത്തിരുന്നാലും ഞാനല്ലാതെ എൻ്റെ വീട്ടിൽ ഒരാളോടും ഞാനത് പറയാറില്ല. ഈ വർഷവും ഞാൻ ഓണക്കോടിയായിട്ട് എല്ലാ വർഷവും ഞാൻ കൊടുക്കും. ഒരാളിന് ഞാൻ ഓരോരുത്തർക്ക് ഓണക്കോടി വാങ്ങിച്ചു കൊടുക്കും. ഈ വർഷവും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ മറ്റൊരാളിനെ കാണിക്കില്ല, എൻ്റെ വീട്ടിലും പറയാറില്ല. എൻ്റെ ഒരു ജോലി പോയി, 2 വർഷം കൊണ്ട് എനിക്ക് ജോലിയില്ലായിരുന്നു. ആ സ്ഥാപനമൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് അവിടെ നിന്ന് സ്റ്റാഫിനെയൊക്കെ പറഞ്ഞു വിട്ട് സ്ഥാപനങ്ങൾ ഇങ്ങനെ അടച്ചു പൂട്ടുന്ന ഒരവസ്ഥ വന്നു. ഞാനപ്പോൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ, ഒരുപാട് ആൾക്കാർക്ക് അന്നം കിട്ടുന്ന ആ ഒരു സ്ഥാപനം അടച്ചു പൂട്ടരുത്. എനിക്ക് ഒരു പക്ഷേ അവിടെ അത് ഉയർന്നു വന്നാൽ ഒരു ജോലിക്ക് അവരെന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ കമ്പനി വീണ്ടും തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു വിട്ട ഒരുപാട് സ്റ്റാഫിനെ വിളിച്ചു, എന്നെ മാത്രം വിളിച്ചില്ല. അപ്പോൾ ഈയിടെ ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞു, മാതാവ്, എൻ്റെ മകനും ഇല്ല ജോലി, എനിക്കുമില്ല, വലിയ ബുദ്ധിമുട്ട്, ഒരാളുടെ മാത്രം ജോലിയിൽ ജീവിതം, ഒരു 10 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി എനിക്ക് എവിടെയെങ്കിലും മാതാവ് എനിക്ക് കാണിച്ചു തരണമെന്ന്. ഇവിടുന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് വൈകിട്ട് എന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾക്ക് ജോലിയായി, ആ ജോലിക്ക് തിരിച്ചു കയറണമെന്ന്. അങ്ങനെ ഒരു ദൈവാനുഗ്രഹം എനിക്ക് അമ്മ തന്നു. പിന്നെ എൻ്റെ ഒരു പൊടി കുഞ്ഞിന് കുഞ്ഞുണ്ട്, 3 വയസ്സുണ്ട്. അദ്ദേഹം 2 വയസ്സ് മുതലേ ഈ സ്വർഗസ്ഥനായ പിതാവൊക്കെ പ്രാർത്ഥിക്കുന്ന ആളാണ്. അത് മൊത്തം കാണാതറിയാം. നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നും പ്രാർത്ഥിക്കും. കുഞ്ഞിന് ഈ മോശം പോകുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ബ്ലഡിൻ്റെ അംശം ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പം മോശം പോയാലും ഇത് തന്നെ, കുഞ്ഞിന് മലം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബ്ലഡിൻ്റെ ഒരു അംശം ഇങ്ങനെ വന്നു. ഒരു ദിവസം നോക്കുമ്പോൾ കാല് വഴിയെ ബ്ലഡ് ഒഴുകുവാണ് കുഞ്ഞ് അപ്പിടാനായിട്ടിരിക്കുമ്പം. അങ്ങനെ ബ്ലഡ് ഒഴുകി നമ്മൾ എന്നും കാണിക്കുന്ന ഡോക്ടറെ, VSMലെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഇവിടെ പറ്റത്തില്ല, അവിടുത്തെ ഞരമ്പുകൾ എന്തോ പൊട്ടിയിട്ടുണ്ട്, പുഷ്പഗിരിയിലോ കോട്ടയത്തോ കൊണ്ടുപോയി സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു. നമ്മളാകെ വിഷമിച്ചു. കുഞ്ഞ് 2.5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം പുരട്ടി ഉപ്പിട്ട് വെള്ളം കൊടുത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഇനി ഒരിക്കൽ പോലും ഇങ്ങനെ സംഭവിക്കരുത്, ഞാൻ മാതാവിൽ വിശ്വസിച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്, എന്നെ രക്ഷപ്പെടുത്തണം, എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം, ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകാനുള്ള ഇടയാക്കല്ലേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഇപ്പോൾ 1 വർഷമായി ഒരു കുഴപ്പവുമില്ലാതെ പോകുന്നു. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ കുടുംബത്തിനും എനിക്കും തന്ന എല്ലാ അമ്മയ്ക്കും മാതാവിനും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ്. മോൻ സേഫ്റ്റി ഓഫീസറായിട്ടാണ് മോന് ജോലി കിട്ടിയത് അബുദാബിയിൽ. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു.
ഹബാക്കുക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വചനമാണ്. ഉടമ്പടിയിൽ സ്വന്തം കഴിവിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് നാം ആശ്രയിക്കുന്നത്. കലമാൻ പാറകൾക്കിടയിലൂടെ നടക്കുന്നത് പോലെ, കുത്തനെയുള്ള വഴികളിലൂടെയും വീഴാതെ ചുവട് വയ്ക്കുന്നത് പോലെയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും, രോഗാവസ്ഥയിലായാലും, ജോലിയില്ലായ്മയിലായാലും, സാമ്പത്തിക ബുദ്ധിമുട്ടായാലും തളരാതെ മുന്നോട്ട് നടക്കാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളിൽ ദൈവത്തിനോട് ചേർന്ന് നിന്ന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ ഉടമ്പടി മക്കളും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ നാം യേശുവിലേക്ക് നടക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഭയപ്പെടാതെ മുന്നോട്ട് നടക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ് ഗീതാകുമാരിയും കുടുംബവും നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിഞ്ഞ ഒരു കൂട്ടുകാരിയിൽ നിന്നാണ്. പിന്നീട് വന്ന രോഗസൗഖ്യങ്ങളെപ്പറ്റി 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞു. ഇത് 3-ാമത്തെ സാക്ഷ്യവും 5-ാമത്തെ പുതുക്കലുമാണ്. മകൻ ആരോമലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു, നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേങ്കിൽ പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ജോലി ശരിയാവുന്നില്ല. പിന്നീട് അമ്മ തന്നെയാണ് മോനോട് പറഞ്ഞത്, മോനെ ഞാൻ ശ്രമിച്ചു, ഇനി നീയും അമ്മയ്ക്ക് നിന്നെയാണ് ആവശ്യം, നീ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ അമ്മ പറഞ്ഞതിന് പ്രകാരം മകൻ അത് കേൾക്കുകയും അമ്മയുടെ വാക്കനുസരിച്ച് ഓൾറെഡി ഈ മകന് അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടിയിലായിരുന്നു. ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചൊല്ലി അമ്മയുടെ കൂടെ കാരുണ്യപ്രവൃത്തിയിലൊക്കെ ചെല്ലുന്ന ഒരു മകനാണ് ആരോമൽ. പിന്നീട് ഇൻ്റർവ്യൂ പാസ്സാകാതെ വന്നപ്പോൾ ഈ അമ്മയ്ക്കും മോനും മനസ്സിലായി അത് മോൻ തന്നെ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ആരോമൽ വന്ന് ഉടമ്പടി എടുക്കുകയും ജൂൺ 24-ന് ഉടമ്പടി എടുക്കുകയും ഓഗസ്റ്റ് 1-ാം തീയതി, അതായത് ഉടമ്പടി ഉടനടി പരിഹാരം എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഓഗസ്റ്റ് 1-ാം തീയതി മോൻ ഇൻ്റർവ്യൂ കോൾ വരികയാണ്. ഈ മോൻ ഉടമ്പടിയിലല്ലായിരുന്നെങ്കിലും ഉടമ്പടി ജീവിതം അമ്മയുടെ കൂടെ ചേർന്ന് നിന്ന് വളരെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഉടമ്പടി ജീവൻ നയിച്ചൊരു മകനാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി എടുത്ത ഉടനെ ജൂണിൽ ഉടമ്പടി എടുത്തു, ഓഗസ്റ്റിൽ ഇൻ്റർവ്യൂ കോൾ വന്നു. ആ ഇൻ്റർവ്യൂ എല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അമ്മ എൻ്റെ സാക്ഷ്യത്തിൽ മോൻ പറഞ്ഞത് അതുതന്നെയാണ്, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല. എൻ്റെ കഴിവാണെന്നെങ്കിൽ എനിക്കതിന് മുമ്പേ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ കിട്ടേണ്ടതായിരുന്നു. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ്, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഴി ദൈവം തന്ന അനുഗ്രഹമാണ് എനിക്ക് ഈ നല്ല ജോലി. ഇപ്പോൾ അബുദാബിയിൽ സേഫ്റ്റി ഓഫീസർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണ്. ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് ഓഗസ്റ്റ് 26-ാം തീയതി. പോകുന്നതിന് മുമ്പ് അത് ഓണത്തിൻ്റെ ഒരു ഗിഫ്റ്റായിട്ടാണ് അമ്മ മാതാവ് മോന് കൊടുത്തിരിക്കുന്നത്. അത് പോകുന്നതിന് മുമ്പ് തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനും മറന്നില്ല ഈ മക്കൾ. പോകുന്നതിന് മുമ്പ് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ടാണ് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഈ മകൻ പറഞ്ഞതുപോലെ എല്ലായിടത്തും അമ്മയോട് ചേർന്ന് നിന്ന് സ്വന്തം കുടുംബം മുഴുവനും ഉടമ്പടിയിൽ ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ ഉടമ്പടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി എടുത്ത ഉടനെ അമ്മ ഇവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. പിന്നെ ഗീതാകുമാരി പറഞ്ഞതുപോലെ മദ്യപാനം ഹസ്ബൻഡിൻ്റെ അതും ചെറിയ രീതിയിലായിരുന്നു. പക്ഷെങ്കിൽ പോലും ഈ സഹോദരി പ്രാർത്ഥിച്ചത് പൂർണ്ണമായിട്ട് നിർത്തി തരണമേ എന്നാണ്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു ഇടപെടൽ കൂടിയാണ്. 19 വർഷമുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെയാണ് ആ കാര്യവും അമ്മ ഏറ്റെടുക്കുന്നത്. സങ്കീർത്തനം 37:5 പറയുന്ന പോലെ നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളുമെന്നാണ്. അങ്ങനെ ഈ സഹോദരിയും വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് എല്ലാം നോക്കിക്കണ്ട് ഈ കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ജോലി ഈ ആൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. എല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഒരു ഇടപെടലാണ് നമുക്ക് കാണുന്നത്. പിന്നീട് ഈ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളെല്ലാം വഴിയിലിരിക്കുന്ന ആൾക്കാർക്കും ബസ് സ്റ്റാൻഡിൽ പോയും പത്രം കൊടുക്കുകയും പൊതിച്ചോറ് കൊടുക്കുകയും പത്രം നഷ്ടപ്പെട്ടു പോയെന്ന് പത്രം തിരിച്ചു നൽകാനായിട്ട് അമ്മ തന്നെയാണ് ഈ മകളെ പ്രേരിപ്പിക്കുന്നത്. അങ്ങോട്ട് പോവുക, പത്രം എടുത്ത് വരാനായിട്ടുള്ള ഒരു ഉൾപ്രേരണ കൊടുക്കുന്നത്. അത് ഈശോയുടെ അമ്മയോട് ഒത്തിരി ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഈ മകൾക്ക് അങ്ങനെ ഒരു ഉൾപ്രേരണ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കളഞ്ഞു പോയ പത്രം തിരിച്ചു കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് ആഹാരമെല്ലാം ചോറുണ്ടാക്കി കൊടുക്കുവാനും ഈ കുടുംബമായി ശ്രമിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലാണെങ്കിൽ തന്നെ ജപമാല ചൊല്ലി യൂട്യൂബിൽ നിന്ന് ജപമാല ചൊല്ലാൻ പഠിക്കുകയും ബൈബിൾ വാങ്ങിച്ച് ബൈബിൾ വായിക്കുകയും
ഉടമ്പടിയിലായിട്ടുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചൊവ്വാഴ്ച ധ്യാനം കൂടുകയും ഡെയിലി ബ്രെഡ് കൂടുകയും ഒക്കെ ചെയ്യുന്ന വളരെ വളരെ ക്ലോസ് ആയിട്ട് ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് ഉടമ്പടിയിൽ ഫോളോ ചെയ്യുന്ന ഒരു കുടുംബമായതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉടമ്പടി ഉടനടി പരിഹാരമായിട്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇത്ര വലിയ അനുഗ്രഹങ്ങൾ ഇവർക്ക് ലഭിക്കുവാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും 1 പത്രോസ് 5:7 പറയുന്ന പോലെ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നാണ്. നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും, നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കാലുകൾക്കും കലമാൻ്റെ കാലുകൾ എന്ന പോലെ ഒരു ബലം നൽകാനായിട്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നൽകുവാൻ സാധിക്കും. നമ്മുടെ കാലുകളെ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ കൂടുതൽ വിശ്വസ്തയോടെ മുന്നേറുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ള ഏത് സാഹചര്യങ്ങളിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുന്നത്. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഗീതാകുമാരിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.